എന്നെ അവൻ മൈൻഡ് ചെയ്യാറില്ല. ഇവിടുത്തെ ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെയാ അടുത്ത് പോണെങ്കിൽ ഉള്ള ഒരു പത്രാസ് കുഞ്ഞുമ്മകാനെ അവന്റെ. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞു ഉറങ്ങാൻ നോക്ക്. തലരിഞ്ഞാണല്ലിരിക്കുന്നേ. അല്ലേ കൂട്ടുകാരെ, ഞാൻ തൊട്ടിലേക്ക് ഇരുന്ന് ഉറങ്ങുമായിരുന്നു. തൊട്ടിലൊക്കെ കിടത്തിയപ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ടു വന്നത് അത് അവള് കേട്ടെ, അവളുടെ അല്ലേ ആദ്യ പൊന്നെ. അവിടെ കുഞ്ഞുമ്മക്കാനെ അവിടെ കുഞ്ഞുമ്മക്കാനെ തക്കരമാവിന്റെ കൊമ്പത്തിരിക്കണ കുഞ്ഞുമ്മക്കാനെ അവന്റെ കുഞ്ഞുമ്മ. അപ്പൊ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്കൊക്കെ സുഖം തന്നെ അല്ലേ? സുഖങ്ങളൊക്കെ തന്നെ ചോദിച്ചേ. ഈ പെണ്ണിന്റെ ഒക്കെ കുഞ്ഞ കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ട് ആർക്കാ എഴുതി കൊടുത്തെന്ന് ആർക്കറിയാം. കൺമശൊക്കെ എന്തിയേ കരയണ്ട കരയണ്ട കരയണ്ട. അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് കാമാകട്ടെ കേട്ടോ, എന്നിട്ട് വേണം അവൾക്കുള്ള സർപ്രൈസ് കാണിക്കാൻ. വന്നിരിക്കട്ടെ അയച്ചേ. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ കയ്യിലുള്ള സാധനം എന്താണെന്ന് അറിയാവോ? എന്താ? അതാ കണ്ടു കണ്ടു കണ്ടു. അപ്പൊ കൂട്ടുകാരെ, ഇതാ സ്കൈ ബേബിന്റെ ബ്രിട്ടനിലെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു. പറ കിട്ടി കൂട്ടുകാരെ, പറ. ഞാൻ ഉണ്ടായി സർട്ടിഫിക്കറ്റ് കിട്ടി കൂട്ടുകാരെ. നിങ്ങൾ ഈ ഉടുപ്പ് ഓർക്കുന്നുണ്ടോ കുഞ്ഞു ബേബിന്റെ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉടുപ്പ് എടുത്തിട്ട് നോക്കിയില്ലേ? പോയപ്പോ ഞാൻ ആദ്യം എടുത്ത ഒരു ഉടുപ്പ് ഇതേ കുഞ്ഞു ബേബിന്റെ ഈ ഉടുപ്പിന്റെ സെയിം ആയിരുന്നു കേട്ടോ. അപ്പൊ കൂട്ടുകാർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിച്ചെടുക്കാം. എടുക്കടേ. ഇതാണ് മര്യാദക്ക് പറഞ്ഞപ്പോ ഉള്ള വലിയ ഡയലോഗ് അടി. മര്യാദക്ക് ഇതാട്ടോ കൂട്ടുകാരെ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ ഉദ്ദേശിച്ചേ. ഒന്നും കൂടെ പറ. നീ പോ, അത് മതി. ഞാൻ പറയാ. അപ്പൊ കൂട്ടുകാരെ, ഇതാണ് ഇതാണ് കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്. വെൽക്കം ടു ദ വേൾഡ് സ്കൈ അന്നാസാം. ബോൺ ഓൺ 9th 4th 2023. അതായത് ഏപ്രിൽ 9. അപ്പൊ അവളും കൊണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കാം. അവളെ കൊണ്ടാണ് ഓപ്പൺ ചെയ്യിപ്പിക്കുന്നത്. അന്തം വിട്ട് നോക്കുന്നുണ്ട്. എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് ഇവരെന്താ പരിപാടി? അത് ശരി. ഓപ്പൺ ചെയ്തോ? ഓക്കെ, ഞാൻ ഓപ്പൺ ചെയ്യാണ് കൂട്ടുകാരെ. ഓപ്പൺ ചെയ്തോ? ഇതിങ്ങനെ പിടിച്ച് ഓപ്പൺ ചെയ്യാൻ പാടാണല്ലോ. പിടിക്കട്ടെ. ഇതല്ല ഇതിന്റെ ഉള്ളിലാ. ഇതിന്റെ ഉള്ളിൽ ഞാൻ വെച്ചിരിക്കേ. എടുക്ക്. ഇതാണ് അപ്പൊ കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്. UK കുഞ്ഞുങ്ങൾ ഉണ്ടായാല് ഇങ്ങനെയായിരിക്കും നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇരിക്കുക. UK ബർത്ത് സർട്ടിഫിക്കറ്റ്. നമ്മുടെ നാട്ടിലെ ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇതേപോലെ തന്നെ പേപ്പറിലാണ് നമുക്ക് തരുന്നത്. പക്ഷെ ഇങ്ങനെയല്ല തോന്നുന്നു. ഇവരുടെ പ്രസന്റേഷൻ ഒക്കെ ഇല്ല, ഇവർ ഒരു ഫയൽ പോലെയൊക്കെ ആക്കി അതിനകത്ത് കുഞ്ഞിന്റെ കുറെ സാധനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞിന്റെ വേറെ കുറെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്. അങ്ങനെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയത്, അത് കാണിക്കാൻ മറന്നുപോയി. അപ്പം ഞാനൊരു വ്യത്യാസം കണ്ടുപിടിച്ചടാ ഇതില്. നീ കുഞ്ഞിന്റെ ഫയൽ ഇങ്ങെടുക്ക്. എന്താ എന്താ ഞാൻ കണ്ടുപിടിച്ചു. എന്താ പറ, നീ എന്താന്ന് പറ. അറിയടി, എന്താന്ന് പറ. നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അച്ഛന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവോ, അമ്മേന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവോ? പിന്നെയോ. അപ്പൊ അതാണ് കൂട്ടുകാരെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി കുഞ്ഞുവിന്. വാ വണ്ടി കഴുകാമോ, വാ. എന്താണ് നീ ഇത് നിസ്സാര കാര്യമായിട്ട് എടുക്കുന്നേ? ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയ കൂട്ടുകാരെ, കുഞ്ഞ മര്യാദക്ക് എടുക്ക്. ആൾക്കാർക്ക് അറിയണമെന്നുണ്ടോ ഇവിടുത്തെ ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെയാ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്? ഇവിടെയുള്ള കുറേ ഗർഭിണി ചേച്ചിമാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡേറ്റ് കിട്ടും. ഡേറ്റ് കിട്ടും, അപ്പോയിൻമെൻറ്റിൽ ഡേറ്റ് കിട്ടും കേട്ടോ. നമ്മളപ്പോൾ ആ ഡേറ്റിന് കൗൺസിലിൽ പോയിട്ട് കുഞ്ഞിൻ്റെ പേര് രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 1 month കഴിയുമ്പോഴായിരുന്നു നമുക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 9ാം തീയതി ആയിരുന്നു, മെയ് 9-നായിരുന്നു ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഞങ്ങൾ പോയി അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് അന്ന് വേഗം ചെന്ന് ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷെ ഇവിടുത്തെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ട് നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് എടുക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടുത്തെ ബർത്ത് സർട്ടിഫിക്കറ്റ് നേരെ നാട്ടിലെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് അതിനുശേഷമാണ് നമ്മൾ എന്താണ് നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് വേണം നമ്മൾ എടുക്കാൻ കുഞ്ഞിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വേണം കുഞ്ഞിന് വിസയൊക്കെ എടുക്കാൻ. അങ്ങനെയാണ് പ്രോസസ്സ്. അതിന്റെ ഏറ്റവും ഫസ്റ്റ് ഘട്ടമാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ളത്. പക്ഷെ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതൊക്കെ കിട്ടിയാലാണ് അങ്ങോട്ട് നാട്ടിൽ വരാൻ പറ്റുള്ളൂ കൂട്ടുകാരെ. അത് കിട്ടണേ തന്നെ ഒരു മാസം എടുത്തിട്ടാണ് ഇപ്പോൾ അപ്പോയിൻമെന്റ് തന്നെ കിട്ടിയത്, പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയത് തന്നെ. അങ്ങനെ കുറച്ച് താമസമുണ്ട് ഇവിടെ. എല്ലാത്തിനും അപ്പോയിൻമെന്റ് ഒക്കെ കിട്ടി വേണം പോകാൻ. അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ പോലെ പഞ്ചായത്തിൽ ചെല്ലുക, രജിസ്റ്റർ ചെയ്യുക അങ്ങനെയൊന്നും അല്ല കേട്ടോ. സമയം എടുക്കും. അത് കാരണം വിസയും പാസ്പോർട്ടൊക്കെ എടുക്കാൻ സമയം എടുക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മുടെ വണ്ടിയൊക്കെ നമ്മുടെ ഫ്രണ്ട് വശമൊക്കെ നമ്മൾ ഏകദേശം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ബേക്ക് വശം ക്ലീൻ ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ പുറം കഴുകാനുണ്ട്, പിന്നെ വൈപ്പറിന്റെ ബ്ലേഡ് മാറ്റാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികൾ. നീ അല്ലേ മാറ്റി തരാൻ പറഞ്ഞേ വൈപ്പർ ബ്ലേഡ്? ഞാൻ മാറ്റി തരാം. അപ്പൊ ഞങ്ങൾ ഇനി വണ്ടി ക്ലീൻ ചെയ്യാൻ പോട്ടെ കേട്ടോ. ഒന്നും അറിയത്തില്ല ഞാനില്ലാണ്ട്. ഒന്നും അറിയത്തില്ല. പിന്നെ പൊന്നൂന് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെ പറയാം. എന്ത് സങ്കടം? താഴെ പറയാം. അപ്പൊ ഇതാ അപ്പയും മോളും ഇറങ്ങുന്നുണ്ട്. ഞാൻ ഇറങ്ങട്ടെ ഏട്ടാ. നോക്കി സ്റ്റെപ്പ് ആയത് കാരണം എങ്ങോട്ടാ പോണേ? സംഭവം ആരംഭിക്കലാമാ. ഇതിനകത്ത് കുറെ ഈ പുറകിലെ സീറ്റിന്റെ കള്ളിയിലെ കുറെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. മിഠായി കവറുകൾ, അങ്ങനത്തെ കുറെ സാധനങ്ങൾ കേട്ടോ വണ്ടിയിൽ. കുറെ കാർഡ്. അപ്പൊ ഇതിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ കാറില് ഏതോ ഒരു കുഞ്ഞു ബേബി ഉണ്ടായിരുന്നു എന്നല്ലേ? കുഞ്ഞു മക്കൾ, അവര് ഫാമിലി അല്ലായിരുന്നോ? ഇതൊരു പറഞ്ഞില്ലേ ഇവിടുത്തെ ഒരു സായിപ്പിന്റെ വണ്ടിയായിരുന്നു. പുള്ളിക്ക് 2 മക്കളും ഉണ്ട്, കുഞ്ഞു മക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ കൂടി പൊക്കോണ്ടിരുന്ന വണ്ടിയായിരുന്നു. ഇതിനകത്ത് കുഞ്ഞു മിഠായി കവറുകൾ, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഐസ്ക്രീമിന്റെ കോലൊക്കെ, ചോക്കോബാറിന്റെ കോല് ഞാൻ എടുത്തോണ്ടിരിക്കുക കേട്ടോ സീറ്റിന്റെ പുറകിലെ കള്ളിന്ന്. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് സെക്ഷൻ ഇവിടെ തുടങ്ങുകയാണ് കൂട്ടുകാരെ. കുഞ്ഞു ബേബി എന്താ നോക്കണ്ടേ നിങ്ങക്ക്? പൊന്നൂന് ഭയങ്കര സങ്കടമായിട്ടോ ഇന്ന്. ഇന്ന് കമ്മ്യൂണിറ്റി ടാബിൽ നീ ചോദിച്ചില്ലേ, നീ എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, കുഞ്ഞു ബേബി ആരെ പോലെയാ പൊന്നൂനെ പോലെയാണോ കൂട്ടുകാരി വെച്ചിട്ട്. എല്ലാരും പറയും എന്നെ പോലെയാണോ കേട്ടോ. അതുകൊണ്ട് പൊന്നൂന് ഭയങ്കര സങ്കടമായിട്ടുണ്ടേ. അയ്യോ അങ്ങോട്ട് എനിക്ക് സങ്കടമൊന്നുമില്ല. എനിക്ക് ഇഷ്ടമായി ഇച്ചേനെ പോലെയാന്ന് പറയുന്നേക്കാൻ എനിക്ക് ഇഷ്ടമാ. ഇപ്പൊ അങ്ങനെ ഇരിക്കുന്നൊന്നും നോക്കണ്ട. ഇച്ചിരി വലുതാവുമ്പോ എന്നെ പോലെ. ഇപ്പൊ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടില്ലേ, ഒരു കൂട്ടുകാരി കമന്റ്. എന്റെ കൂട്ടുകാരെ ഇപ്പൊ ഒന്നും പറയാനായിട്ടില്ല. ഇപ്പത്തെ ഷേപ്പൊന്നും വെച്ച് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഈ വണ്ടി കഴുകുന്നുണ്ടല്ലോ, ഈ വണ്ടി അതിനെ കുറിച്ച് എന്തേലും പറ. ഈ വണ്ടി നിനക്ക് വണ്ടി കഴുകാൻ ഇഷ്ടമാണ്? ശരിക്കും വണ്ടി കഴുകാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ ആരൊക്കെ തന്നെ വണ്ടി കഴുകി തന്നെ ഓടിക്കുന്നുണ്ട്? നമ്മുടെ കൂട്ടത്തിലെ ചേച്ചിമാർക്കൊക്കെ വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അതൊരു എന്താ പറയാ, നല്ലൊരു കാര്യമാണ് ഈ പെൺകുട്ടികൾ വണ്ടി ഓടിക്കാൻ അറിയാന്നുള്ളത്. അല്ലാണ്ട് ഇവരുടെ ഒരിടത്ത് പോണെങ്കിൽ ഉള്ള ഒരു പത്രാസ്. എന്ത് പത്രാസ്? ഞാൻ എന്ത് പത്രാസ്? അവരുടെ ഡേറ്റ് നോക്കണം, ടൈം നോക്കണം, അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഒന്ന് വണ്ടി കൊണ്ട് അങ്ങോട്ട് മാർക്കറ്റിൽ ഒന്ന് ചന്തയിലൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ ചോദിച്ചിട്ടുണ്ട്. എന്താ അപ്പൊ നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയുവാണെങ്കിൽ നമുക്ക് അവരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എവിടെയെങ്കിലും അത്യാവശ്യം പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ ടൈമും അവരുടെ ഇത് നോക്കണ്ടല്ലോ. നമുക്ക് ഓടിക്കാൻ അറിയുവാണെങ്കിൽ നമുക്ക് അങ്ങ് വണ്ടി എടുത്ത് അങ്ങ് പോയാൽ പോരെ കൂട്ടുകാരെ. അപ്പോൾ എനിക്ക് പ്രൊഫഷണൽ ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ UK ഇൻ്റർനാഷണൽ ലൈസൻസിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കണം, എക്സാം എഴുതണം, ഇവിടുത്തെ ലൈസൻസ് എടുക്കണം. നമ്മളങ്ങ് വണ്ടി ഓടിക്കാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ കൂടെ കൂടുമല്ലോ. പിന്നെ ഇല്ലാണ്ടോ. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാണ്ട് ഞാൻ കുഞ്ഞു ബേബിനെ കൊണ്ട് കുറേ സ്ഥലത്ത് പോയേനിപ്പം. എന്നാലും ഉണ്ടല്ലോ ചേ, നീ ഓർത്ത് നോക്കിയ പെൺകുട്ടികൾ വണ്ടി പഠിക്കുന്നത് നല്ലതല്ലേ? ഒരു അഭിപ്രായം എന്താ ഇതിനെ കുറിച്ച്? നല്ല അഭിപ്രായം, പെൺകുട്ടികൾ വണ്ടി ഓടിക്കണം അല്ലേ? എന്റെ കൂട്ടുകാരെ, നിങ്ങൾ ആരൊക്കെ ഭാര്യമാരെ ഇങ്ങനെ എന്റെ കണ്ണിൽ വെയിലടിച്ചിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ കൂട്ടുകാരെ.
അപ്പൊ കാണാലോ. ഈ സ്വയം പര്യാപ്തതയെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? നീ സ്വയം പര്യാപ്തതയെ കുറിച്ച് പറയാണ്ടിരിക്കാണ്ട് നീ നിനക്ക് സ്വയം പര്യാപ്തത എന്ന് പറയാൻ പോലും അറിയത്തില്ല അല്ലെ? നീ തുടച്ചത് അവിടെയല്ല ഇവിടെ, അതൊക്കെ ഞാൻ ഇന്നലെ തുടച്ചത് വൃത്തിയാക്കിയത്. ഇങ്ങോട്ടേക്ക് വാ, ഞാനിവിടെ ക്ലീൻ ചെയ്തു. ഇവക്ക് നല്ല രസാട്ടോ, അവിടെ ഇങ്ങനെ ചുമ്മാ ഇരുന്നാ മതിയില്ലോ. ഏതാ സുഖം. ജൂലൈ മലർകളേ ജൂലൈ മലർകളേ അവൻതാ അൻപുള്ള എതിരി എനക്കും പൊഴിക്കിன்ற എതിരി. അതെന്താ, എനിക്ക് വിജയിന്റെ പണ്ടത്തെ കുറേ പാട്ടുകൾ ഭയങ്കര ഇഷ്ടാട്ടോ. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പണ്ട് കുറേ തമിഴ് സിനിമകൾ കാണുമായിരുന്നു. ഇപ്പൊ ഇവന്റെ കൂടെ വന്ന പിന്നെ തമിഴ് സിനിമ കാണാൻ പറ്റത്തെ. ചെക്കൻ തമിഴ് അറിയില്ലെന്ന്. എനിക്ക് തമിഴ്, നീ എപ്പോഴും പറയും തമിഴ് അറിയില്ല. എനിക്ക് തമിഴ് നല്ലോണം അറിയാം. ഇച്ചിക്ക് കന്നഡ അറിയാം കൂട്ടുകാരെ. കന്നഡ എടാ, കന്നഡ പറയടാ. നിക്ക് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നിന്നോട് ഞാൻ പറഞ്ഞു ഡോർ മല്ല അടക്കി കൊച്ചു ഞെട്ടൂന്ന്. നിന്റെ കൊത്താതെ നൻപക്ക് നൻ കൊത്തില്ല നൻ മകനെ. ആ മമ്മൂട്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 2 രൂപ ഉണ്ടോ അക്കാന്നല്ലേ? അല്ലേ 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 2 രൂപ ഉണ്ടാക്കാന്നല്ലേ? ആ ഇവന് കൊറേ കന്നഡ അറിയാട്ടോ എന്ന് പറഞ്ഞു കൊടുക്ക്. കൂട്ടുകാരെ എനിക്ക് അതിന്റെ അർത്ഥം പറഞ്ഞു. പറ നീ എന്തോ പറയൂലോ, നയൻ മാടൂന്നൊക്കെ. ബാക്കി ഞാൻ കന്നഡ ഇറക്കിയോണ്ടല്ലോ ഇവള് ഞെട്ടും. ഇവൾക്ക് പിന്നെ പറയാൻ വായുണ്ടാവില്ല. നീ പറയുന്ന കന്നഡ പറയടാ. അതന്നെ എന്ത് എടാ ബാക്കി പറ. കൂട്ടുകാരെ ഇവൻ എപ്പോഴും എന്നോട് പറയുന്നതിന് ഇതിന്റെ അർത്ഥം അറിയുന്നവരൊന്നും എനിക്ക് പറഞ്ഞു തരണം. വിറപ്പിച്ച് നിർത്തി ഞാൻ പോലും. എന്തായാലും ചീത്ത വാക്കാണെങ്കി അതൊന്ന് പറഞ്ഞേ. നൻപക്ക് കൊത്തില്ല ഞാൻ മകനെ. എനിക്ക് അറിയാടാ, നമ്മുടെ മമ്മൂക്ക് അത്യാവശ്യത്തിന് കന്നഡയൊക്കെ പഠിപ്പിച്ചിട്ട് തന്നെ പോയിരിക്കണം. ആ കൂട്ടുകാരെ ഒരു കാര്യം പറയട്ടെ. ഞാൻ നമ്മൾ സ്നേഹിച്ച സമയത്ത് വീട്ടില് ഫോൺ പിടിച്ചപ്പോ ഓർക്കുന്നുണ്ടോ? വീട്ടിൽ നിന്ന് എല്ലാവരും ഇരുത്തിയിട്ട് എന്നെ ഇവനെ ഫോൺ വിളിപ്പിച്ചു. എന്നിട്ട് ഇനി കാണരുത് മിണ്ടരുത് എന്നൊക്കെ പറയിപ്പിച്ചു. അപ്പൊ ഞാൻ ഇവനോട് സാക്കോട് ഭാഷയിൽ ഞാൻ മറക്കത്തില്ല എന്ന് പറഞ്ഞു. എങ്ങനെ പറഞ്ഞറിയാവോ? എല്ലാ അക്ഷരത്തിനും മുന്നേ സാ ചേർത്ത് സംസാരിക്കും. സാക്കോട് ഭാഷ. ഞാൻ മറക്കത്തില്ല. എല്ലാ അക്ഷരത്തിന്റെ മുന്നിൽ സാ ചേർത്താല് അങ്ങനെയായിരുന്നു കേട്ടോ. ഞങ്ങള് സ്നേഹിച്ചുകൊണ്ടിരുന്നിട്ടുള്ള ഞങ്ങളുടെ കോഡ് ഭാഷ. എല്ലാവരുടെ ഇടയിൽ ഒരു കോഡ് ഭാഷ ഉണ്ടാവൂലോ? ഉണ്ടാവില്ല അല്ലേ? ചിലപ്പോ എടാ എനിക്ക് തന്നെ ജയശ്രീ സ്കൂളിൽ പഠിച്ച എല്ലാവർക്കും സാക്കോട് ഭാഷ അറിയില്ല. ലാസ്റ്റ് എങ്ങാണ്ട് പഠിച്ചതാ ഞാൻ. അതിലാകെ അറിയാത്തുണ്ടായിരുന്ന ഒരു മണ്ടൻ ഇവനായിരുന്നു. ഇവന് ഞാൻ പഠിപ്പിച്ച്. നിനക്ക് കന്നഡ അറിയെങ്കിൽ എനിക്ക് സാക്കോട് ഭാഷ അറിയാം. അത്രേ ഉള്ളൂ വ്യത്യാസം. ഞാൻ കന്നഡ പുല്ലിയെ നിനക്കറിയാലോ. എന്തായിരുന്നു നീ പറഞ്ഞ? എനിക്കൊന്ന് പഠിപ്പിച്ചാടാ. എന്താ നീ ക്ലിയർ ആയിട്ട് മെല്ലെ മെല്ലെ ഒന്ന് കൂട്ടുകാർക്ക് പറ. എടാ ആർക്കൊക്കെ കന്നഡ അറിയാന്നൊന്നും എനിക്ക് പറയണം കേട്ടോ. അറിയുന്നവര് ദയവ് ചെയ്ത് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കണം. ഇവൻ പറയുന്നത് ഞാൻ വോയിസ് മെസ്സേജ് അയച്ചു തരുന്നതാണ്. എന്നിട്ട് എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. സീറ്റ് ബെൽറ്റിലെ ഇത്തിരി വശം മാത്രം ഞാൻ തുടച്ചതാണ്. നല്ല ചളിയാട്ടോ. ഇനി അടുത്തത് എടുത്ത് തുടയ്ക്കാം. അമ്മന്റെ ചുണ്ടൊരു പൊന്നാനോ ടക്കരമുത്തേ സ്കൈ ബേബി പൊന്നേ. മാന്തല്ലേ മുഖം മാന്തല്ലേ. സംഭവം ഒമ്പം പണിയിലാട്ടോ. സീറ്റ് ബെൽറ്റ് ഒക്കെ നമ്മൾ നല്ലോണം തുടക്കണം കുഞ്ഞാണ്. എന്തിനാടാ? കുഞ്ഞുവിനെ എടുക്കൂലേ വണ്ടിക്കകത്ത് വെക്കുമ്പോ, കുഞ്ഞിന്റെ കാർ സീറ്റിനകത്ത് വെക്കുമ്പം സീറ്റ് ബെൽറ്റ് കുഞ്ഞിന്റെ മേത്തൂടെ അല്ലേ വരുന്നേ? നല്ല വൃത്തിയായിട്ട് വെക്കണം സീറ്റ് ബെൽറ്റ്. എന്റെ മേത്ത് കൂടെയും വരുന്നുണ്ട്.
പാമ്പ് ആകെ മാറിപ്പോയിട്ടോ കൂട്ടുകാരെ. നല്ല വിഷമമുണ്ട്. വൈപ്സ് തന്നേടി. നീ ഓവറൊന്നും തരാണ്ട് മര്യാദ താഴെ 2-3 കൊണ്ടുപോ. പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ ഇച്ച ഉണ്ടല്ലോ ആദ്യം കുഞ്ഞാന്ന് വിളിച്ചിട്ടായിരുന്നു വരുന്നേ. ഇപ്പൊ കുഞ്ഞാന്ന് വിളിക്കുന്നത് സ്കൈ ബേബിനെ കൂട്ടുകാരെ. എന്നെ അവൻ മൈൻഡ് ചെയ്യാറില്ല. അയ്യോ ഞാൻ പോയി കുത്തുവാണോടാ? പിന്നെ എന്താ പറയുന്നത്? അയ്യോ ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ. എനിക്ക് പക്ഷെ ഇഷ്ടം അവൻ അങ്ങനെ കുഞ്ഞുവിനെ നോക്കുന്നേ കാര്യങ്ങളൊക്കെ. നമ്മളവിടെ ക്ലീൻ ചെയ്തോണ്ടിരുന്ന സമയത്ത് ബേസി പൊളിച്ചു. ബേസി നമുക്ക് എന്താ കപ്പ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വയനാടുകാരിയാണ് ബേസി. നമ്മുടെ വയനാടുകാരാട്ടോ ബേസി. അപ്പൊ ബേസി കപ്പ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബേസി ചേച്ചീന്റെ കല്യാണമാണ് കൂട്ടുകാരെ ഈ മാസം 20-ന്. അപ്പൊ ചേച്ചി പോകുവാണ് ഈ മാസം 10-ാം തീയതി നാട്ടിലോട്ട്. ചേച്ചിന്റെ കല്യാണ സ്പെഷ്യൽ കപ്പ ബിരിയാണി ബേസി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പോയിട്ട് കഴിച്ചിട്ട് വരാം. കഴിച്ചിട്ട് വന്നിട്ട് വീണ്ടും നമ്മൾ എന്താണ് അപ്പോഴത്തേക്കും കുഞ്ഞു ബേബി എണീച്ച് പിന്നെ അപ്പൊ കുഞ്ഞു ബേബി ഉറങ്ങുമ്പോഴത്തേക്ക് പിന്നെ വരാം. അപ്പൊ പോയിട്ട് വന്നിട്ട് ഇനി ബാക്കി ക്ലീനിങ് നടത്താം. കൂട്ടുകാരെ വൃത്തിയാക്കി ഒരു വഴിയിലായി കൂട്ടുകാരെ. ഞങ്ങളാണ് ബിരിയാണി ഒക്കെ കഴിച്ച് നല്ല നമ്മുടെ അടിപൊളി ബിരിയാണി, അടിപൊളി കപ്പ ബിരിയാണി ഒക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ വന്നിട്ട് ക്ലീൻ ചെയ്തു കേട്ടോ. കുറച്ചുകൂടെ ക്ലീൻ ആക്കി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് നൈറ്റ് ആയി പോയി, സന്ധ്യയായി. ഇനിയിപ്പം ക്ലീനിങ് നടക്കത്തില്ല. ഏകദേശം സമയം 10 മണിയായി രാത്രി 10 മണി ആവാനായിട്ടോ. അപ്പം ഏകദേശം നമ്മളിപ്പം ഫ്രണ്ടിലെ വശവും പിന്നെ പുറകിലെ സീറ്റിന്റെ ഭാഗങ്ങളൊക്കെ തീർത്തു. പിന്നെ ഈ സീറ്റ് ബെൽറ്റിന്റെ ഭാഗം ഭയങ്കര ചെളിയായിരുന്നു. അത് കുറെ ക്ലീൻ ചെയ്യണ്ടായിരുന്നു. അത് നമ്മൾ അത്ര ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത്. അത്രയും ഇപ്പൊ എന്തായാലും നല്ല ഫ്രഷ് ആയിട്ടല്ലേ നമ്മളിപ്പോ ചെയ്ത ഭാഗങ്ങളൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ടിൽ ആ സീറ്റ് ബെൽറ്റ് മാത്രം ഫ്രണ്ടിൽ ഈ സീറ്റ് ബെൽറ്റ് ക്ലീൻ ചെയ്യാനുണ്ട്. കിടത്തിയത് കാരണം നമ്മൾ അത് മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇനി ബാക്കി ഇനിയിപ്പം പുറകിലെ ഡിക്കിയിലെ കുറച്ച് സാധനങ്ങള് ക്ലീൻ ചെയ്തതാ. ഡിക്കിന്റെ അടിവശമൊക്കെ ഉരച്ച് ക്ലീൻ ചെയ്തിട്ടില്ലല്ലോ, നമ്മള് പൊടി മാത്രമേ കളഞ്ഞുള്ളൂ. അപ്പൊ ഇനി ഡിക്കി ഉണ്ട്, നമ്മുടെ വണ്ടീന്റെ വൈപ്പർ ബ്ലേഡ് മാറ്റണം. അതുപോലെ തന്നെ നമുക്കിപ്പോ പഴയതായി കിട്ടിയ നമ്മുടെ മുത്തിന് നമ്മള് അടിച്ച് കഴുകി നല്ല പുത്തനാക്കി എടുക്കണം. നമുക്ക് ഒട്ടപ്പിയാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് വണ്ടിക്കകത്ത്. അപ്പോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.